ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. ആക്ച്വലി ഞാൻ കുറച്ച് ടൈറ്റ് ഷെഡ്യൂളിലാണ്. നമുക്ക് ചേച്ചിയു നമ്മളിങ്ങനെ കുപ്പിയിൽ വന്ന ഭൂതമാക്കിയേക്കുക. തീരുമ്പോൾ ഇങ്ങനെ പണി തന്നുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ടാണ് ഇപ്പം വ്ലോഗും എടുക്കാത്തതും. വ്ലോഗ് എടുക്കാൻ സമയമില്ല, എഡിറ്റ് ചെയ്യാൻ ടൈമില്ല, ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പം ഇപ്പം നമ്മൾ ഹോസ്റ്റലിലാണ്. ആക്ച്വലി ലാബ് എക്സാം ലാബ് എക്സാം ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയില്ല. കാരണം വീട്ടിൽ പോയാലും ഒരു ദിവസമൊക്കെ വീട്ടിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയില്ല. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും വീട്ടിൽ പോയി. ബാക്കി എല്ലാവരും മീൻസ് ആരാ? ഇവന്മാർ ഇവിടെ തന്നെ ഉണ്ട്. മിന്നു കുളിക്കുന്ന, സന്നയും അമ്മാനിയും നമ്മുടെ ബഡീസ് വീട്ടിൽ പോയി. അവന്മാർ വീട്ടിൽ പോയി. സന്ന നാളെ വരും. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ചുമ്മാ ഇങ്ങനെ ഇരിക്കല്ലേ, ബോറടിക്കുന്നത് കുറേ നാളായി. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ഹോസ്റ്റലിലൊരു ഈവനിങ് വ്ലോഗോ അങ്ങനെ വല്ല എന്തെങ്കിലും ചെയ്യാൻ. അപ്പം നമ്മൾ വിചാരിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. എല്ലാ സാധാരണ ഈവനിങ് വ്ലോഗും നമുക്ക് ഒന്നും ചെയ്യാനില്ല സാധാരണ. ആക്ച്വലി ചായ കുടിക്കും, കഴിക്കും, കുളിക്കാനുണ്ടെ കുളിക്കും, പിന്നെ യൂഷ്വലി ഫോൺ കിടക്കും, ഉറക്കും. അപ്പം ഇന്നെന്താന്ന് വെച്ചെടുക്കാന്ന് വെച്ചാൽ നമ്മൾ എന്താ ഇന്ന് എടുക്കാന്ന് വെച്ച് നമ്മൾ വിചാരിച്ച് പായസം ഉണ്ടാക്കുന്നത്. നമ്മൾ ആക്ച്വലി മെസ്സിൽ ചെന്ന ആൻറ്റിമാരോട് പായസം ഉണ്ടാക്കി തരുമോ, പായസം കുടിക്കാൻ തോന്നുന്നു പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ആക്ച്വലി നമ്മുടെ വാർഡൻ ഇന്നില്ല, വീട്ടിൽ പോയി. വാർഡൻ നമ്മുടെ മെസ്സിൻ്റെ അടുത്ത് സ്റ്റോർ റൂം ലോക്ക് ചെയ്താണ് പോകുന്നത്. അപ്പം അവർക്ക് സാധനം ഒന്നും എടുക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പം നമുക്കാണെങ്കിൽ കുടിക്കാൻ തോന്നി, നമ്മൾ നാലില്ലേ, നമുക്ക് കുടിക്കാൻ തോന്നി. അപ്പം നമ്മൾ വിചാരിച്ച് പാലയുടെ മിക്സ് മേടിച്ച് നമ്മൾ പായസത്തിന് മിക്സ് മേടിച്ച് പാലും മേടിച്ച് നമുക്ക് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ആക്ച്വലി നമുക്ക് താഴെ വരെ പോകാൻ വയ്യ, ഈ മലയിറങ്ങി നടക്കാൻ വയ്യ. അതിന് നമ്മുടെ കുറച്ച് ചേച്ചിമാരുണ്ട്. അപ്പോൾ ചേച്ചിമാർ താഴെ പോയപ്പോൾ നമ്മൾ സാധനം അവരെയും കൊണ്ട് മേടിപ്പിച്ച് ഇനി നമുക്ക് ഉണ്ടാക്കാം. അപ്പോഴത്തേക്കും അതിന് മുമ്പ് നമ്മൾ കുളിച്ച്, ഇതിന് മുമ്പ് നമ്മൾ ചായ കുടിച്ചിട്ട് അത് ഞാൻ എടുത്തില്ല. വെച്ചാൽ കുളിച്ചിട്ടൊക്കെ വ്ളോഗ് ഫ്രഷായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇതിന് മുമ്പ് ചായ കുടിച്ചിട്ട് മുട്ട ബജിയായിരുന്നു. നമ്മൾ അതും തിന്നു. പിന്നെ പോയി കുളിച്ച് തലയൊക്കെ കഴിക്കുന്നു, ഹെയർ വാഷ് ചെയ്യണം. അപ്പോൾ നമ്മളത് കുളിച്ച് നമ്മൾ മൂന്നിന് കുളിച്ചിട്ടിരിക്കുക. രൂപയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. രൂപ മീൻസ് മിന്നുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ തൊട്ട് കിടക്കാം, ആ ഒരു ടൈം വരെ ഉള്ളത് കാണിക്കാമെന്ന് വെച്ച്. അപ്പോൾ എനിക്കും ബോറടിക്കത്തില്ല. നിങ്ങൾക്ക് ബോറടിക്കുമോ? എനിക്കറിയത്തില്ല. മേബി ബോറടിക്കുമോ? അറിയത്തില്ല. അപ്പോൾ എനിക്കും ബോറടിക്കത്തില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഇവരൊക്കെ ഭയങ്കര ഫോൺ അഡിക്ട്സാണ്. ഓക്കെ, അപ്പം ഇപ്പം ഇത്തരത്തിലുള്ള ഗൈസ് എൻ്റെ കൊടൈക്കനാൽ വ്ളോഗൊന്നും ഇതുവരെ ഇട്ട് കഴിഞ്ഞിട്ടില്ല. എനിക്ക് ആക്ച്വലി എഡിറ്റ് ചെയ്യാനൊന്നും മൂഡും ഇല്ല, ടൈമും ഇല്ല. അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുക. ആക്ച്വലി ഇന്നലെ ഒരെണ്ണം ഇട്ട്, ഇനി ഒരെണ്ണം കൂടി ഇട്ടിടാൻ. അത് ഇനി വ്ളോഗ് എഡിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇടാൻ പറ്റൂ. അങ്ങനെ കുറച്ച് ടാസ്കൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പായസം ഉണ്ടാക്കാൻ മുമ്പ് കാണാം. നമ്മളിവിടെ ക്ലീൻ ചെയ്ത് നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ രാത്രി നമുക്ക് ഒരു പണിയില്ലാണ്ട് 12 മണിയായപ്പോൾ നമുക്ക് റൂം മേക്ക് ഓവർ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബെഡ് ജസ്റ്റ് ഒന്നുമില്ല, അങ്ങനെ മേക്ക് ഓവർ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല. നമ്മൾ ബെഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. വേറൊരു സംഭവമുണ്ട്, എൻജിനീയറിംഗ് ബുദ്ധി ഒന്നുമില്ല, മേളത്തെ എല്ലാ റൂമിലും ചെയ്തേക്കുന്നതുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച് നമുക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇനിയും മിന്നു വന്ന് കുളിച്ച് പായസം ഉണ്ടാക്കാൻ പോകുമ്പോൾ കാണാം. രൂപയെത്തി. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ പോകുമ്പോൾ കാണാം. ഓക്കെ, ബൈ. ആണ് ഗൈസ്, എല്ലാവരും എടുക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ അപ്പോൾ രൂപ വന്ന് ഞാൻ പറഞ്ഞ മിന്നു വന്ന് അവന് പായസം ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ ചെറിയൊരു ടാസ്ക് എന്ന് വെച്ചാൽ മെസ്സിൽ ആൻറ്റി സമ്മതിക്കുമോ എന്നതാണ്. ആക്ച്വലി സമ്മതിക്കേണ്ടതാണ്. പായസം സാധനം നമുക്ക് ആദ്യം പോയി പെർമിഷൻ ചോദിച്ചിട്ട് സാധനം വന്നെടുക്കാം. ഓക്കെ, അപ്പം നമുക്കിത് ആൻറ്റി സമ്മതിക്കുന്നത് കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അസ പോകുന്നോണ്ട് ഞാൻ ചോദിക്കണം കേട്ടോ, സമ്മതിക്കത്തേ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻറ്റിയുടെ പോകുമ്പോൾ സോപ്പിടാം. ഇനി മെസ്സി ഇതുപോലെ ലൈറ്റ് ഒന്നും കാണാം. നമുക്ക് നോക്കാം, ചെറിയ ബിറ്റിയാണ് അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് പൈസ കുടിക്കാം. ഗൈസ്, ഒരു ചെറിയ പണി കിട്ടിയെന്ന് തോന്നുന്നു. കുറേ നാൾക്ക് ശേഷം കണ്ടടി എഴുതിയിട്ടില്ലേ. ആക്ച്വലി ഇവിടെ
കണ്ണിലിടാൻ സാധനം കൊണ്ട് എഴുതിയത്. എനിക്ക് തോന്നുന്നു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണോ ആവോ, കണ്ണൊക്കെ ചുമന്ന് ചൊറിയുന്നു. പുതിയ പണിയായെന്ന് തോന്നുന്നു. അതിനി കുറേ നാൾക്ക് ശേഷം എപ്പോഴോ എഴുതില്ല. ഞാൻ താഴെ എഴുതാറേ ഇല്ല അങ്ങനെ. അതുകൊണ്ടാണോ നല്ല ഡൗട്ട് ഉണ്ട്. നല്ല ഇച്ചിങ്. ഈ കൊച്ച് എനിക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ തന്നേന്ന് തോന്നുന്നു. നിനക്ക് ഷുവർ ആണോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞില്ലെന്ന്? ആർ യു ഷുവർ? എക്സ്പയറി ഡേറ്റ് നോക്കാം. എക്സ്പയറി ഡേറ്റ് നോക്കാം. ഓഗസ്റ്റ് അല്ലേ? യൂസ് ബിഫോർ ഓഗസ്റ്റ് 2024. ഞാനോട് അപ്പഴേ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ടൊക്കെയാണെന്ന്. അല്ല ഇത് ഞാൻ വീട്ടിൽ കണ്ടപ്പോ കൊണ്ടുവന്നിട്ട് തുടച്ചോളയട്ടെ. ഗൈസ്, ആന്റിയോട് പെർമിഷൻ ചോദിക്കാൻ പോകുന്ന വഴിയാണ്. എല്ലാരും വാലയുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ സാധനം എടുക്കാം. സമ്മതിക്കുവാണെങ്കിൽ എടുത്താൽ പോരെ. നമ്മളിത് അടുക്കള കത്തിക്കും. ഹോസ്റ്റലൊന്നും കത്താതെ നടത്തിയിരുന്നു. ആ ഓണ്ട് തൊഴി ചാടിയിട്ട് ചാടിപ്പോന്ന്. ആ നല്ല ടൈമിങ്. നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുക. നല്ല പായസം ഉണ്ടാവോ അതോ നമ്മുടെ ഹോസ്റ്റൽ കത്താൻ നമുക്ക് വീഡിയോ ബാപ്പുനെ എന്തിനാ വിളിക്കണം? കേടാണോ പാല്? ഗൈസ്, നമ്മുടെ കുക്ക് രേവയാണ്. നമ്മൾ ഇന്ന് സെറ്റ് ആയിട്ട് ഞാൻ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു. പിന്നെ വിത്ത് മേടിച്ച് പാലൊക്കെ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് നമുക്ക് ഇനി ഇത് തിളച്ചിട്ട് ബാക്കി. എത്ര നേരം ഇടയിലേക്ക് പറയുന്നത്? കുക്കിംഗ് ടൈം 30 മിനിറ്റ്. അത്ര ഒന്നും വേണ്ട, നമുക്ക് കുറച്ച് ഫ്ലെയിം ഹൈ ആക്കാം. 30 ഗ്രാം പാലട മിക്സ് ഇതിടുക. നമുക്കറിയാം, നമ്മൾ വായിക്കേണ്ട ആവശ്യം. തിളയ്ക്കാൻ പൊട്ടിച്ചിടുക. അത്രേ ഉള്ളൂ പരിപാടി. വലിയ കുക്കായി. അതെ അതെ. ആക്ച്വലി നമുക്ക് പണിയൊക്കെ ഇല്ല. നമ്മൾ വലിയ ഷെഫായി നമുക്കൊന്നും ഇൻസ്ട്രക്ട് ചെയ്യാനില്ല. നമുക്ക് ജസ്റ്റ് ഇത് കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഗൈസ്, ഇവിടെ വന്ന അനുവാദം ചോദിച്ചപ്പോൾ ആർക്കും ക്യാമറ പിടിക്കാൻ മതി. എല്ലാവർക്കും കുക്ക് ചെയ്താൽ മതി. എൻ്റെ വ്ലോഗ് മിക്കവാറും ഞാൻ തന്നെ ലീഡ് ചെയ്യേണ്ടി വരും. പിന്നെ എൻ്റെ കണ്ണ് കണ്ട റെഡ് കളറായി ഗൈസ്. ഇവള് എന്നെ കൊന്ന് അവൾ ഇളക്കുന്നതാണ്. കുറച്ച് എൻജോയിങ് ആണ് ഈ ടൈമിൽ. ഈ വിലപ്പെട്ട ടൈമിൽ നമ്മൾ രണ്ടുപേരും മിസ് ചെയ്തു. അമാനി ആൻഡ് അമാനി സലില. നമുക്ക് അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു അജ്മി മിക്സ് പാലട പായസം ഉണ്ടാക്കാം. ഇതിന്റെ സ്നാപ്പ് അവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. പായസം മേടിച്ച് മിക്സ് മേടിച്ച് ഇതിന് ചൂടില്ലല്ലേ? നമ്മുടെ മെസ്സിലെ ആന്റി സീരിയൽ കാണാൻ തിരക്കിലാണ്. ആന്റി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിലൊട്ടും ഫയറില്ല പോലും. സോ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തേ.
നമ്മുടെ മെസ്സിലെ ആൻറ്റി സീരിയൽ കണ്ടുള്ള തിരക്കിലാണ്. എടി അത് അസ പൊട്ടിക്കട്ടെ, അസയ്ക്ക് പൊട്ടിക്കാൻ പാവം അസേനെ വിഷമിപ്പിച്ച്. കൊച്ചു പിള്ളേരെ മതി മതി രൂപ. നമുക്ക് പാല് കുറവാണ്. ഗൈസ് നമ്മൾ വെറും ഭയങ്കര സിമ്പിൾ പായസമാണ് ഉണ്ടാക്കുക. എൻ്റെ കണ്ണാണ്, നിങ്ങൾ വിചാരിക്കും കുറച്ച് സ്മഡ്ജ് ചെയ്യുന്ന. അല്ലല്ല, നിങ്ങൾ കണ്ണി പണി കിട്ടി നമ്മൾ അടച്ചതാണ്, ഉടച്ചതാണ്. സോ നമ്മൾ ഏലക്ക ഒന്നും ഇല്ല, കാരണം ഏലക്കയുടെ ഫ്ലേവർ ആർക്കും കുടിച്ചിട്ടല്ല. നമ്മൾ സിമ്പിൾ പായസം എങ്ങനെ ഹോസ്റ്റലിൽ സിമ്പിൾ പായസം ഉണ്ടാക്കാം വിത്ത് പെർമിഷൻ ഓഫ് മെസ്സിന്റെ ഹെൽപ്പ്. മെസ്സ് സമ്മതിച്ചാൽ നമുക്ക് എങ്ങനെ സിമ്പിൾ പായസം ഉണ്ടാക്കാം, അത് നമ്മളിപ്പം ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, ഇങ്ങനത്തെ ഞാൻ എടുത്തു തരാം. നോക്കി ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചെടുക്കുക. എന്താ ഫുള്ള് പഞ്ചസാര നോക്ക്. അതേ പറഞ്ഞത് കൂടുതലായിരിക്കും. ഇന്നത്തെ വ്ലോഗിൽ ഫുൾ അസയാ. ഇല്ല തിളയ്ക്കുന്ന പാലാണ് നമുക്ക് ഇടേണ്ടത്. അത് ഇപ്പോഴേ കുട്ടിയെ എടുത്ത് ഞാൻ കൊട്ടാനും പോയിട്ടില്ല. അതഴിക്കുന്നേ എന്തിന്? ഈ അസ കൊച്ചു പിള്ളേരെ പോലെ ചുമ്മാ അല്ല. ഇല്ല, അത് തിളച്ച് വേവണ്ടേ? ഇനി നമുക്ക് കാത്തിരിപ്പുകളുടെ നിമിഷങ്ങളാണ്. നമുക്കിവിടെ വെള്ളമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ അസയ്ക്കങ്ങ് ടെൻഷനാട്ടോ. എന്തിനാ ടെൻഷനാന്ന് എനിക്ക് അറിയത്തില്ല. പായസം തരും, പേടിക്കണ്ട. സ്റ്റെപ്പൊക്കെ ഇടും. പായസം അടച്ചു നമ്മള് പായസം ചെറുതായിട്ട് തിളച്ചു പോയി. ശരിയായിട്ട് രൂപയുടെ അപ്പോഴേ അടച്ചു പോയത്. കുഴപ്പമില്ല, അത്രയൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുക. പിന്നെ മിക്സ് ഉണ്ടാക്കി പഠിക്കാൻ എന്തൊരു പാട്. കൈ പൊള്ളിപ്പോയി. Ruba is on fire. Ruba, you can. Na കത്തിച്ചരാ. കത്തിക്കാൻ അറിയില്ല. നമ്മളെന്താ ഒന്നേ ഇന്ന് അടുക്കള ഇല്ല നമ്മൾ, അല്ലെങ്കിൽ ഹോസ്റ്റല്. അതെ, നാലൊക്കെ പൊട്ടിത്തെറിക്കും. ചോറുണ്ടാകുമ്പോഴത്തേക്ക് വേവുമായിരിക്കും. കണ്ട ബബിൾസ്. ഗൈസ്, ഇത് ഇങ്ങനെ മിക്കവാറും ഇതിപ്പോ ഇങ്ങനെ പോയാൽ ഇത് ഒരു പായസം വ്ലോഗായിട്ട് മാറും. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബിറ്റ് മാത്രം ഞാൻ ആഡ് ചെയ്യാം. ഇനിയൊന്നും ഒരു തിളയ്ക്കാം യൂഷ്വലി. സോ ഇപ്പോഴത്തേക്ക് ബൈ. നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അസയുടെ ആക്രാന്തമാണ്. ഇടാൻ ഒക്കെ ടെൻഷനാണ് അസ. നോ അൺകട്ട്. ഈ ഇതൊക്കെ ഇപ്പൊ എന്താ പ്ലാൻ അറിയാം? ഇന്ന് മാക്സിമം നാട്ടിക്കാൻ നമുക്ക് ഉച്ചയ്ക്ക് ഒരു പരിപാടി ചെയ്താലോ? വേണ്ട. ഈ ടോപ്പിക് ഗൈസ്, നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ബിറ്റ് ആഡ് ചെയ്യേ. അപ്പൊ നിങ്ങൾ ആയാ നമ്മുടെ പായസം ആയിട്ടുണ്ടെന്ന് നമ്മൾ പ്രൊഫഷണൽ ഒന്നുമല്ല. ഇത് ചിലപ്പോൾ ആറുമ്പോൾ കുറുകും. അപ്പം നമുക്ക് ഇച്ചിരി വെള്ളം ചൂടാക്കി ഒഴിച്ചിട്ട് കൊണ്ടുപോവാം. ഓക്കെ, വെള്ളം ചൂടാക്കിട്ടാ അങ്ങനെ കഴിക്കുന്നത് അറിയുന്നില്ല. നമ്മൾ ലാസ്റ്റ് ഫൈനലി പായസം ഉണ്ടായത് കഴിഞ്ഞ് നമ്മൾ നമുക്ക് പോകാം. നമ്മൾ നമ്മുടെ കുക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്.
ഗൈസ് ലെറ്റ്സ് ഹാവ് ദ പായസം. നമുക്ക് പിന്നെ കാണാം. ഗൈസ് അപ്പം നമ്മൾ പായസം കുടിച്ച് അടിപൊളി പായസമായിരുന്നു കേട്ടോ. കുറേ നേരം ഇഷ്ടം പായസം കുടിച്ചു. ലാസ്റ്റ് പായസം കുടിച്ചിട്ട് ഒന്ന് ഓണത്തിനല്ലേ, ഓണത്തിന് ലാസ്റ്റ് പായസം കുടിച്ചത്. അപ്പോൾ അതാണ്ട് നമുക്ക് ഉള്ളാഴ്ച പായസം നമുക്ക് സാധനം മേടിച്ചിട്ട് വന്ന് ചേച്ചിമാർക്ക് കൊണ്ട് കൊടുക്കാം. നമ്മൾ ദിവസം ഞാൻ കണ്ടില്ല, പറയണ്ട. പാല് റോട്ടിൽ വെച്ച് ചൂടായാണ്. ഹലോ ഗായ്സ്, അപ്പം എൻ്റെ ഹോസ്റ്റലിലെ ഒരു ഈവനിങ് ഒക്കെ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സമയം എത്രയാടാ? ഓക്കെ, 12 മണി കഴിഞ്ഞു. സോ നമ്മൾ കിടക്കാൻ പോവാണ്. നമ്മൾ എവിടാ പായസം കുടിച്ചു കഴിഞ്ഞ് പിന്നെ വയറൊക്കെ ഭയങ്കര ഫുള്ളായിരുന്നു. പിന്നെ നമ്മളൊന്ന് പാത്രം കഴിയാൻ പോയപ്പം നമ്മൾ 2 ഇടിയപ്പം നിന്ന് എല്ലാവരും. ചോറിനോളം മൂടില്ലായിരുന്നു. സോ നമ്മൾ ഇടിയപ്പം നിന്ന് പിന്നെ റൂമിൽ വന്ന് കുറച്ച് നേരം ചുമ്മാ കളിച്ച് ചിരിച്ച് പിന്നെന്താ ഇപ്പം നമ്മൾ ഇപ്പി ഉണ്ടാക്കി തിന്ന് കുറച്ച് നേരം പാട്ട് കേട്ട് ഇനി നമ്മൾ കിടക്കാൻ പോകും. ഇനി നമുക്ക് പരിപാടിയൊന്നുമില്ല. അപ്പം നമുക്ക് ഇനി പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വ്ലോഗിയുടെ എൻഡ് ചെയ്യാൻ ടൈമായി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ഓക്കെ, ഡു like, subscribe and share. Bye guys, good night guys. Bye.